നരേന്ദ്രമോദി അധികാരമേറ്റിട്ട് ഈ വരുന്ന മെയ്യിൽ 12 കൊല്ലം തികയും. എന്നാൽ 12 കൊല്ലം തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആ കസേരയിൽ നിന്നും ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ്. BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇപ്പോഴും വിരൽ പിടിപ്പിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങൾ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെങ്കിലും രാജ്യസഭയിൽ അതുവഴി സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിലും ലോക്സഭയിലെ അംഗബലം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. TDPയും JDUവും വിലപേശൽ തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും മോശമായ ധനകാര്യമന്ത്രി, ഏറ്റവും മോശമായ പ്രവർത്തനങ്ങൾ, അതുമാത്രമല്ല ധനകാര്യ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ BJP കൊണ്ടുവരുന്ന മാറ്റമെല്ലാം ഈ രാജ്യത്തെ തകിടം മറിക്കുന്നുവെന്ന റിസർവ് ബാങ്ക് ഗവർണറുടെ തുറന്നു പറച്ചിൽ ഇതെല്ലാം കൂടിയാകുമ്പോൾ ശ്വാസമുട്ടലിന്റെ വക്കോളം എത്തി നിൽക്കുകയാണ്. കേന്ദ്രത്തിൽ BJP നേതൃത്വം ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുത്തതിലെ അപാകതകൾ വലിയ തോതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. നിതിൻ നബീൻ എന്ന ഒരു പ്രാദേശിക നേതാവിനെ ദേശീയ തലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആരുടെ ബിനാമിയായിട്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിയും. മോദിക്ക് BJPയിൽ ഒരുപാട് ശത്രുക്കളുണ്ട്. എന്നാൽ ആ ശത്രുക്കളെ പലരെയും വെട്ടിനിരത്തുന്ന ഒരു ഉന്മൂലന സിദ്ധാന്തം അദ്ദേഹവും അമിത്ഷായും കൂടി കഴിഞ്ഞ ഏറെ നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. പല നേതാക്കളും അപ്രത്യക്ഷരാകുന്നു, അല്ലെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ അനിഷ്ട സംഭവങ്ങൾ നേരിടേണ്ടി വരും. അതൊക്കെ എങ്ങനെയാണ് മോദിയും അമിത്ഷായും കൂടി ആസൂത്രണം ചെയ്യുന്നത് എന്നതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം എടുത്തു ചോദിക്കുന്നത്. വലിയ രീതിയിലുള്ള അട്ടിമറികൾ, ദുരൂഹതകൾ, അതും ഈ രാജ്യം ഞെട്ടലോടെ മാത്രം ഒരുപക്ഷെ കേൾക്കാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ വലിയ തോതിൽ ഫേസ്ബുക്ക് പോസ്റ്റും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത് വീണ്ടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. മോദിയെ സംബന്ധിച്ചിടത്തോളം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു പരാജയമെന്ന രീതിയിലേക്ക് തന്നെയാണ് കണക്കാക്കുന്നത്. സ്വന്തം മണ്ഡലത്തിൽ പോലും പരാജയപ്പെടുമോ എന്ന ഭയം അദ്ദേഹത്തെ കുറച്ചൊന്നുമല്ല അലട്ടിയത്. ഒരു ഘട്ടത്തിൽ 8000 വോട്ടുകൾക്ക് വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിലായിരുന്നു, അജയ് റായ് മുന്നിലായിരുന്നു എന്ന വാർത്ത അദ്ദേഹത്തിന്റെ വിജയത്തിൽ ഒരു രീതിയിലും അതിൽ സന്തോഷിക്കാനിടയില്ല എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും മോദിക്ക് ഇനിയൊരു ഊഴം കിട്ടില്ല. ഈ ഊഴം തികയ്ക്കാനും കഴിയില്ല. ഈ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തെ സഖ്യകക്ഷികൾ അനുവദിക്കുകയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം.